ബിജെപിയുടെ കാര്യത്തിലേക്ക് വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനായി ബിജെപി സംസ്ഥാന നേതൃത്വം ഡൽഹിയിലെത്തിയിരുന്നു. ദേശീയ നേതൃത്വവുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ജെ.പി. നദ്ദയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ്, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ സാധ്യതാ പട്ടിക ദേശീയ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അന്തിമ തീരുമാനം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉണ്ടാകും എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, കെ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തുകയാണ്. എൻ.ഡി.എയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കം വിവിധ പരിപാടികളിലാണ് മോദി പങ്കെടുക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുക. അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിലും മോദി പങ്കെടുക്കുകയാണ്. അശ്വതിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. അശ്വതി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പടി എന്നുള്ള തലത്തിൽ തന്നെ ഒരു പടി മുന്നേ പ്രധാനമന്ത്രി തന്നെ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കം, വലിയ വികസന പദ്ധതികളൊക്കെ പ്രധാനമന്ത്രി തുറക്കം കുറിക്കാനും കൂടി പോവുകയാണ് രാജ്യത്തിന്റെ. അഖില, തീർച്ചയായും ഇത് വലിയൊരു തുടക്കം എൻ.ഡി.എക്ക് ലഭിച്ചിരിക്കുന്നു, ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രധാനമന്ത്രി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ എത്തുന്നു, അതിന് നേതൃത്വം നൽകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നാളെ 11:30 അദ്ദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുക. 2 പരിപാടികളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ, അത് മറൈൻ ഡ്രൈവിലാണ്. അവിടെ ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം കലൂർ സ്റ്റേഡിയത്തിനുള്ളിലെ വേദിയിൽ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്ര പദ്ധതികൾ, അത് എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, വലിയ ഒരു റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. റോഡ് ഷോയിൽ നിരവധി ആളുകൾ, 10,000-ഓളം ആളുകൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെ നേരത്തെ തിരുവനന്തപുരത്ത്, അതുപോലെ ഇതിനു മുൻപ് കൊച്ചിയിൽ, തേവരയിലൊക്കെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്ന സമയത്ത് അത് വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ളൊരു റോഡ് ഷോ, അത് കൃത്യമായി അത് വലിയ രീതിയിൽ എൻ.ഡി.എക്ക് നേട്ടമാകും എന്നാണ് അവരുടെ പ്രതീക്ഷ. അതിനുശേഷമുള്ളതാണ് എൻ.ഡി.എ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. അതിലാണ് ഏകദേശം 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കും. അത് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് അത് നടക്കുന്നത്. അതിൽ ആ പരിപാടിയിലായിരിക്കും എൻ.ഡി.എയുടെ പ്രകടന പത്രിക അടക്കം പുറത്തിറക്കുക. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഒക്കെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ വരവിനോട് അനുബന്ധിച്ച വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട്. 6 SP-മാർ, 26 DYSP-മാർ, അതുപോലെ തന്നെ 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെയാണ് ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് കൊച്ചി നഗരത്തിൽ മൊത്തത്തിൽ ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. അതിന്റെ തലവനാണ് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ, സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ വേണം എന്നൊക്കെയുള്ള ഒരു തീരുമാനമൊക്കെ അദ്ദേഹത്തിന്റെ യോഗത്തിൽ എടുത്തിരുന്നു. എന്തായാലും നാളെ 11:45 അദ്ദേഹം വിമാനത്താവളത്തിൽ വരിക. അതിനുശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നേവൽ ബേസിലേക്ക് എത്തും, മറൈൻ ഡ്രൈവിന്റെ ഭാഗത്തേക്ക് എത്തും. അവിടെ നിന്നാണ്, മറൈൻ ഡ്രൈവിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ അടക്കമുണ്ട്. ദേശീയപാതയിലൊക്കെ വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ നാളെ, ഇന്നു മുതൽ തന്നെ സുരക്ഷാ നിരീക്ഷണങ്ങളുണ്ട്. നാളെ ഗതാഗത നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനായിട്ട് എൻ.ഡി.എക്ക് സാധിച്ചു എന്നത്, അത് എൻ.ഡി.എ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. അഖില, ശരി, അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇനി പ്രധാനമന്ത്രിയുടെ വരവിനായിട്ടാണ് എൻ.ഡി.എ ക്യാമ്പ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഒപ്പം വളരെ വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഉണ്ടായേക്കും. A.T. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.